ഈ വീഡിയോയിൽ നമ്മൾ വി ഐ എഡിറ്റർ എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലിനക്സിൽ മൊഡ്യൂൾ 2ൽ വരുന്ന ഒരു ടോപ്പിക്കാണ് വി ഐ എഡിറ്റർ. അപ്പോൾ ആദ്യം നമുക്ക് വി ഐ എഡിറ്റർ എന്താണെന്നുള്ളത് പറയാം. വി ഐ എഡിറ്റർ എന്ന് പറഞ്ഞാൽ യൂണിക്സ് ആൻഡ് ലിനക്സ് സിസ്റ്റത്തിനകത്ത് വരുന്ന വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ടെക്സ്റ്റ് എഡിറ്റേഴ്സാണ്. ഇത് 1976 ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. 1976 വി ഐ എഡിറ്റർ വന്ന സമയത്തെന്ന് പറഞ്ഞാൽ അതൊരു ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ഡിസൈൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അക്കാലത്ത് യൂണിക്സ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ സിസ്റ്റത്തിനകത്തും വി ഐ എഡിറ്റർ അവൈലബിൾ ആയിരുന്നു. സാധാരണ എഡിറ്റേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വി ഐ എഡിറ്ററിന് വേറെ ഗ്രാഫിക്കലായിട്ടുള്ള ഇൻ്റർഫേസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ടും ടെർമിനലിലാണ് വർക്ക് ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ ഒരു സിസ്റ്റം റിമോട്ടായിട്ട് ആക്സസ് ചെയ്യുകയാണെങ്കിൽ വി ഐ എഡിറ്റർ വെച്ചിട്ട് നമുക്ക് കോൺഫിഗറേഷൻ ഫയൽസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ആൾക്കാർ മെയിനായിട്ടും യൂസ് ചെയ്യാറുണ്ടായിരുന്നു. സാധാരണ യൂസ് ചെയ്യാറുള്ള എഡിറ്റേഴ്സ് സപ്പോർട്ട് ചെയ്യുന്ന ഫങ്ഷണാലിറ്റീസ്, അതായത് കട്ട്, പേസ്റ്റ്, കോപ്പി, സെർച്ച്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഫങ്ഷണാലിറ്റീസ് എല്ലാം തന്നെ ഡിഫോൾട്ടായിട്ട് വി ഐ എഡിറ്ററിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വി ഐ എഡിറ്റർ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡുകളുണ്ട്. അതിൽ ആദ്യം വരുന്ന മോഡ് എന്ന് പറഞ്ഞാൽ കമാൻഡ് മോഡാണ്. രണ്ടാമത് വരുന്നത് ഇൻസേർട്ട് മോഡ്. ഏറ്റവും അവസാനം വരുന്ന മോഡ് എന്ന് പറഞ്ഞാൽ ലൈൻ മോഡ്. അപ്പോൾ ഈ ഓരോ മോഡുകൾ വെച്ചിട്ടാണ് നമ്മൾ ഫയൽ എഡിറ്റ് ചെയ്യുകയും പിന്നെ അതേപോലെ എഡിറ്റ് ചെയ്തതിന് ശേഷം സേവ് ചെയ്യുക, അങ്ങനെയുള്ള ഓപ്പറേഷൻസൊക്കെ പെർഫോം ചെയ്യുന്നത് ഇങ്ങനത്തെ മോഡുകൾ വെച്ചിട്ടാണ്. ആദ്യം നമുക്ക് കമാൻഡ് മോഡ് എന്താണെന്നുള്ളത് നോക്കാം. ഇപ്പം നമ്മൾ സാധാരണ ഒരു ടെക്സ്റ്റ് എഡിറ്ററൊക്കെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ വി ഐ എഡിറ്റർ നമ്മൾ ഓപ്പൺ ചെയ്യണ സമയത്തെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തേലും ഇൻപുട്ട് ചെയ്യാൻ നോക്കുവാണെങ്കിൽ പ്രത്യക്ഷത്തിൽ ഒന്നും തന്നെ സംഭവിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബൈ ഡിഫാൾട്ട് വി ഐ എഡിറ്ററിൽ നമ്മളൊരു ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ അത് കമാൻഡ് മോഡിലായിരിക്കും കിടക്കുക. കമാൻഡ് മോഡിൻ്റെ അകത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ടെക്സ്റ്റ് ഇൻപുട്ട് ചെയ്യണ ആ ഒരു പ്രോസസ്സല്ല നടക്കണേ. പകരം നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ആ കീ അതൊരു കമാൻഡായിട്ടായിരിക്കും ഇൻ്റർപ്രറ്റ് ചെയ്യുക. അതായത് നമ്മൾ കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡ് ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത്. കമാൻഡ്സ് ഇൻ ദ സെൻസ് നമ്മളിപ്പോൾ ടെക്സ്റ്റിൻ്റെ അകത്ത് എന്തെങ്കിലും കോപ്പി ചെയ്യാനോ അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ അതുമല്ലെങ്കിൽ കേഴ്സർ മൂവ്മെൻറ്റ് നടത്താനോ അങ്ങനെയുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമാൻഡ് മോഡ് നമ്മൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്. ഇനി വരുന്നത് ഇൻസേർട്ട് മോഡാണ്. ഇൻസേർട്ട് മോഡിനകത്താണ് നമ്മൾ ടെക്സ്റ്റ് ഇൻപുട്ട് ചെയ്യുന്നതും അതുപോലെ എഡിറ്റൊക്കെ ചെയ്യുന്നതും. ഈ ഒരു മോഡിൽ വെച്ചിട്ട് നമുക്ക് പുതിയ ക്യാരക്ടേഴ്സ് ഇൻപുട്ട് ചെയ്യാൻ പറ്റും, വേർഡ്സ് ഇൻപുട്ട് ചെയ്യാൻ പറ്റും, ലൈൻസ് ഇൻപുട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ സാധാരണ നമ്മൾ എഡിറ്റേഴ്സിൽ ചെയ്യുന്ന ആ ഓപ്പറേഷൻസും കാര്യങ്ങളും ഇൻപുട്ട് ചെയ്യാനുള്ള ഓപ്പറേഷൻസ് എല്ലാം തന്നെ ഇൻസേർട്ട് മോഡ് ത്രൂ ആണ് പെർഫോം ചെയ്യുന്നത്. കമാൻഡ് മോഡ് നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പോൾ ഒരു കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ കമാൻഡായിട്ടായിരിക്കും അതിനെ കൺസിഡർ ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഇൻസേർട്ട് മോഡിനകത്ത് നമ്മളൊരു കീ സ്ട്രോക്ക് അല്ലെങ്കിൽ ഒരു കീ പ്രസ് ചെയ്താൽ അതിനെ ഒരു ഇൻപുട്ടായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. കമാൻഡ് മോഡിൽ നിന്ന് ഇൻസേർട്ട് മോഡിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് കമാൻഡ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൽ എല്ലാ കമാൻഡ്സും ഞാൻ 1 by 1 എടുത്ത് പറയുന്നില്ല, ജസ്റ്റ് ഒരു 2 പറയാം. അതായത് ഇപ്പോൾ സ്മോൾ ലെറ്റർ ഐ എന്നും പറഞ്ഞിട്ടൊരു കമാൻഡ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കമാൻഡ് നമ്മൾ കമാൻഡ് മോഡിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മളുടെ കേഴ്സർ ഇരിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് എന്തെങ്കിലും ടെക്സ്റ്റോ കാര്യങ്ങളൊക്കെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻസേർട്ട് മോഡിൻ്റെ അകത്ത് കയറാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ സ്മോൾ ലെറ്റർ എ ഉണ്ട്. സ്മോൾ ലെറ്റർ എ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കേഴ്സർ ഇരിക്കുന്നതിന് തൊട്ട് അപ്പുറമായിട്ട്, അതായത് റൈറ്റ് ഹാൻഡ് സൈഡിലായിട്ട് ഡാറ്റ ഇൻപുട്ട് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് സ്മോൾ ലെറ്റർ എ കൊടുത്ത് കമാൻഡ് മോഡിലേക്ക് കയറാൻ പറ്റും. ഇത് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വി ഐ എഡിറ്ററിൻ്റെ ലാബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി ക്ലിക്ക് ആവാൻ എളുപ്പമായിരിക്കും. അതല്ല എങ്കിൽ ഞാൻ ലാബിൻ്റെ ഒരു സീരീസ് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്കും ഡൗട്ടുള്ളവർ അതൊന്ന് ജസ്റ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ഞാൻ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ബാക്കി കുറച്ച് കമാൻഡ്സ് ഉണ്ട്. എന്തായാലും ഞാൻ ലൈൻ ബൈ ലൈൻ എടുത്ത് പറയുന്നില്ല. അവസാനമായിട്ട് വരുന്നത് ലൈൻ മോഡാണ്. ഈ ഒരു മോഡിനെ നമ്മൾ എക്സ് മോഡ് അല്ലെങ്കിൽ എക്സിക്യൂട്ട് മോഡ് എന്നും കൂടെ പറയാറുണ്ട്.
VI എഡിറ്ററിൽ നമുക്ക് ഫയൽ ലെവൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡ് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മോഡിനകത്തും കുറച്ച് കമാൻഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ കമാൻഡ്സ് ബിഗിൻ ചെയ്യുന്നത്, അതായത് കമാൻഡ്സിൻ്റെ തുടക്കത്തിൽ ഒരു കോളൻ ചേർക്കുന്നുണ്ട്. അങ്ങനൊരു വ്യത്യാസമുണ്ട്. ലൈൻ മോഡിലേക്ക് കയറാനായിട്ട് നമ്മൾ ഏത് മോഡിലാണെങ്കിലും ശരി, ജസ്റ്റ് ഒരു എസ്കേപ്പ് കീ പ്രസ് ചെയ്യുക, എന്നിട്ട് കോളൻ കൊടുക്കുക, കമാൻഡ് കൊടുക്കുക. ഇത്രയും ചെയ്താൽ ലൈൻ മോഡിൽ നമുക്ക് കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ലൈൻ മോഡിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫയൽ സേവ് ചെയ്യണമെങ്കിൽ ലൈൻ മോഡ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ എഡിറ്റർ എക്സിറ്റ് ചെയ്ത് പോകണമെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ലൈൻ മോഡ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ലൈൻ ബൈ ലൈൻ നാവിഗേഷൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ ടെക്സ്റ്റ് സെർച്ച് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഗ്ലോബലായിട്ടുള്ള കമാൻഡ്സ് എക്സിക്യൂഷൻ നടത്തണമെങ്കിലും ലൈൻ മോഡ് യൂസ് ചെയ്യാൻ പറ്റും. സ്ക്രീനിൽ ഞാനിപ്പോൾ VI എഡിറ്റർ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കമാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് പഠിക്കാൻ പറ്റുന്നവർ പഠിച്ചു വയ്ക്കുക. കാരണം 5 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനൊക്കെ വരുമ്പോൾ കുറച്ച് കമാൻഡ്സ് നമുക്ക് എഴുതേണ്ടി വരും. പിന്നെ കമാൻഡ്സ് എപ്പോഴും നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, എസ്കേപ്പ് കീ പ്രസ് ചെയ്ത് കോളൻ കൊടുത്തതിന് ശേഷമായിരിക്കണം ഇങ്ങനെയുള്ള കമാൻഡ്സ് കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ആവത്തുള്ളൂ. അവസാനമായിട്ട് വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ VI എഡിറ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങും ക്ലോസിങ്ങും എങ്ങനെയാണെന്നുള്ളതാണ്. ഇതിൽ സ്റ്റാർട്ടിങ്ങിനെ പറ്റിയിട്ട് പറയുവാണെങ്കിൽ നമ്മൾ VI എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് സ്പേസ് കൊടുത്തിട്ട് നമ്മൾക്ക് ഓപ്പൺ ചെയ്യേണ്ട ഫയൽ നെയിം എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞു കൊടുക്കുക. ഇത്രയും ചെയ്താൽ VI എഡിറ്റർ ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫയലാണ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കണമെങ്കിൽ VI എഡിറ്റർ അത് എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് തരും. വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ അതേസമയം നമ്മളിപ്പോൾ VI എഡിറ്റർ വെച്ചിട്ട് ഇല്ലാത്തൊരു ഫയലിനെയാണ് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കണമെങ്കിൽ ആ ഇല്ലാത്ത ഫയൽ നെയിമിൽ ഒരു ഫയൽ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്കത് VI എഡിറ്റർ ഓപ്പൺ ചെയ്ത് തരും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് വരുന്നത്. ഇനി നമുക്ക് VI എഡിറ്റർ എങ്ങനെയാണ് ക്ലോസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ VI എഡിറ്റർ ക്ലോസ് ചെയ്യാനായിട്ട് നമ്മൾ കമാൻഡ് മോഡിലേക്ക് പോകണം. അതിനായിട്ട് നമ്മൾ ജസ്റ്റ് എസ്കേപ്പ് കീ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ കമാൻഡ് മോഡിലേക്ക് ചെല്ലും. അവിടെ നമുക്ക് കുറച്ച് കമാൻഡ്സ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ VI എഡിറ്റർ ക്ലോസ് ചെയ്യാൻ പറ്റും. അതിൽ വരുന്ന ഒരു കമാൻഡ് എന്ന് പറഞ്ഞാൽ :Q ആണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ VI എഡിറ്റർ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യണം. നമ്മൾ ചെയ്ത കാര്യങ്ങളൊന്നും സേവ് ചെയ്യേണ്ട, ജസ്റ്റ് VI എഡിറ്റർ ക്ലോസ് ചെയ്യണം. അങ്ങനത്തെ സിറ്റുവേഷനിലാണെങ്കിൽ :Q എന്ന് പറയുന്ന കമാൻഡ് മോഡിൽ കൊടുത്താൽ മതി. അപ്പോൾ VI എഡിറ്റർ സേവ് ചെയ്യാതെ തന്നെ ക്ലോസ് ആയി പൊക്കോളും. അതല്ല, ഇപ്പം നിങ്ങൾ ചെയ്ത ചേഞ്ചസ് സേവ് ചെയ്യണം എന്നുള്ളൊരു സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾക്ക് :WQ എന്ന് പറയുന്നൊരു കമാൻഡ് ഉണ്ട്, അത് എക്സിക്യൂട്ട് ചെയ്താൽ മതി. അതാവുമ്പോൾ നമ്മൾ ചെയ്ത ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഫയലിലേക്ക് സേവ് ചെയ്തിട്ട് VI എഡിറ്റർ ക്വിറ്റ് ചെയ്ത് പൊക്കോളും. ഇത്രയാണ് അപ്പോൾ VI എഡിറ്ററിൻ്റെ അകത്ത് മെയിനായിട്ടും വരുന്ന കാര്യങ്ങൾ. പിന്നെ ടെക്സ്റ്റിനകത്ത് എഡിറ്റ്, കോപ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും ഞാൻ എടുത്ത് പറയുന്നില്ല, കാരണം അതൊക്കെ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ്. പൊതുവേ VI എഡിറ്ററിൽ നിന്ന് ഞാൻ 2 മാർക്കിനും 5 മാർക്കിനും മെയിനായിട്ടും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ചിലവർ എൻ്റെ അടുത്ത് 15 മാർക്കിന് ചോദിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഞാൻ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് കണ്ട ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ഞാൻ VI എഡിറ്റർ ഷോർട്ടായിട്ട് വീഡിയോ ചെയ്തത്.